കിട്ടി കിട്ടി കിട്ടി. ഈ 2, 3 ഒത്തിരി പേരുണ്ട്. ഹായ്, ഇപ്പൊ സമയം എന്തേ വെളുപ്പിനെ കാണിച്ചു തരാവേ. 4:45 ആവാറായിട്ടുണ്ട്. ഞങ്ങള് വീണ്ടും അപ്രത്യക്ഷമായിട്ട് ഞങ്ങള് വീണ്ടും പെട്ടെന്ന് തീരുമാനിച്ച കേട്ടോ, നാട്ടിൽ പോവുകയാണേ. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റെഡിയാകാൻ പോവാ. ബാക്കി നമുക്ക് പോന്ന കഴിക്കുക പറയാവേ. ആയിക്കോട്ടാ ആയിക്കോട്ടാ. അപ്പം നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഒരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നാട്ടിപ്പോക്ക് കേട്ടോ ഇപ്പം. കാരണം ഹസ്ബൻഡിന് 1 വീക്ക് അവധി മെയിൽ കിട്ടുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നേരത്തെ തൊട്ട്. പക്ഷെ നമുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതേടെ അവധി കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്നാലും വേണോ വേണ്ട, ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ വന്നതേ ഉള്ളല്ലോ. അപ്പം വേണോ വേണ്ടയോ എന്ന് നമ്മളിങ്ങനെ തലേ ദിവസം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിന്ന് എന്നാൽ പിന്നെ പോയേക്കാം, എന്തായാലും അവധി കിട്ടിയതല്ലേ, കുറച്ച് അമ്പലത്തിൽ ൊക്കെയാണല്ലോ ഒന്ന് പോവാനുണ്ട്. അപ്പോൾ പിന്നെ പോയേക്കാം എന്നൊരു പ്ലാനിൽ നിപ്പിൽ നമ്മൾ തലേദിവസം രാത്രിയിലെടുത്തൊരു തീരുമാനമാണ്. അപ്പം ഞാനും ആദ്യക്കുട്ടിനും അല്ലെങ്കിൽ തന്നെ മെയിൽ തിരിച്ചു വരാം എന്നൊരു പ്ലാനിലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നത്. അപ്പോൾ ആദ്യക്ക് ഇതുപോലെ സ്കൂളിൽ പോകേണ്ട ആവശ്യം വന്നുകൊണ്ടായിരുന്നു ഞാനും ആദ്യം അന്നേരം തിരിച്ച് പോയത്. അപ്പോൾ സ്കൂളിലെ ആവശ്യങ്ങൾ കഴിഞ്ഞു, ബുക്സൊക്കെ കിട്ടാനുണ്ടായിരുന്നു, അതെല്ലാം കിട്ടി. ഇനിയിപ്പം എന്തായാലും മെയിലെ ക്ലാസ് തുടങ്ങത്തുള്ളൂ, എന്നാൽ പിന്നെ പോയേക്കാം എന്നുള്ളൊരു ഇതിൽ നമ്മളങ്ങ് പെട്ടെന്ന് പ്ലാൻ മാറ്റി അങ്ങനെ വേണ്ട നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇലക്ട്രോണിസിറ്റി ആയതാ കേട്ടോ. അപ്പം ഇവിടെ എല്ലാം കണ്ടോ ഭയങ്കര വെള്ളക്കെട്ട് കേട്ടോ. തലേദിവസം ഒരു മഴ പെയ്തായിരുന്നു, ഇന്നലെ ഒരു ചെറിയ മഴയല്ലോട്ടോ, അല്ല അടിപൊളി ഇടിച്ചുകുട്ടിയുള്ള മഴയാണ് പെയ്തത്. അപ്പം വലിയ മഴയാണെങ്കിലും ചെറിയ മഴയാണെങ്കിലും ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ്, ഒരു മഴ പെയ്തിട്ടുണ്ട് പിന്നെ മൊത്തം സിറ്റി എല്ലാം ഒരുപോലെ വെള്ളക്കെട്ട് പിടിച്ചു കിടക്കും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാ കേട്ടോ, കാരണം വെള്ളം താഴാനുള്ള ഇടയില്ല. അപ്പം റോഡിൽ രാവിലെ തന്നെ നല്ല വണ്ടിത്തിരക്കാണ് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ ഉണ്ട് രാവിലെ തന്നെ. അതായത് മൂവിങ് ആണ്, എന്നാലും നമ്മളൊട്ടും തിരക്ക് കാണത്തില്ല ഇത്രയും രാവിലെ. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തിരക്ക് കാണില്ല എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഇറങ്ങിയത്. പക്ഷെ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും, നല്ല അടിപൊളി തിരക്കാട്ടോ, ആൾക്കാരൊക്കെ എങ്ങോട്ടൊക്കെയോ പോകുക രാവിലെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഈ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോഴത്തേനുള്ള കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റ്, പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കൂടുതലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഫുള്ള് തമിഴ്നാട്ടിലൂടെ കേട്ടോ. അപ്പോൾ ഇത് തമിഴ്നാടാണ്, നല്ല അടിപൊളി കുന്നും മലയും മരങ്ങളും. ഇപ്പം ഈ സൈഡിൽ നിൽക്കുന്ന പുളിമരങ്ങളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്, നല്ല തഴച്ചാ വളർന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, ഞങ്ങളിത് തമിഴ്നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കാറ് പെട്രോൾ അടിക്കാനും പിന്നെ എന്താണ് എയർ ചെക്ക് ചെയ്യാനും ഒക്കെ കയറ്റിയേക്കുവാണ്, എയർ അടിക്കാനും ഒക്കെ. ഇപ്പം നിർത്തിയിട്ടേക്കുക വണ്ടി. ഇനിയിപ്പം എന്താ ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയി കഴിച്ച കടയിൽ പോയി ഫുഡ് കഴിക്കാൻ പോവാ അല്ലേ കൂട്ടാ. അപ്പോൾ എൻ്റെ ആദ്യക്കുട്ടൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള സാധനങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. റോഡ് 2 സൈഡിലും ഫുള്ള് ഈ വിൻഡ് മില്ലിൻ്റെ ആ ലീഫും അതുപോലെ അതിൻ്റെ ആ വെക്കുന്ന ആ പില്ലറും സാധനങ്ങളൊക്കെ ആട്ടോ. ആദ്യം ഈ നാട്ടിലോട്ട് വരുന്നത് തന്നെ നമ്മുടെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടല്ല, അവനിങ്ങനെ റോഡിൽ കൂടെ ഹൈവേ കൂടെ പോകണം, ഇങ്ങനത്തെ വലിയ വലിയ വണ്ടികളൊക്കെ കാണണം, അതൊക്കെ കേട്ടോ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നമുക്കിത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ, നിറച്ച് ഇതെങ്ങനെയാണ് ഇവർ ഫിറ്റ് ചെയ്യുന്നത് നോക്കും, ക്രെയിൻ വെച്ചിട്ടാണ്. എന്നപ്പോൾ ഈ സാധനം ഈ കാറ്റത്തൊക്കെ കടന്ന് കറങ്ങുന്നത് എങ്ങനെയാണ്, അത്രയ്ക്കും ലെങ്തും സൈസും എല്ലാം ആണല്ലോ. അപ്പോൾ അതൊക്കെ നിറച്ചും റോഡിൻ്റെ 2 സൈഡിലും ഇട്ടുണ്ട്. തമിഴ്നാടാണ്. കിട്ടി കിട്ടി കിട്ടി. ഈ 2, 3 ഒത്തിരി പേരുണ്ട്. അമ്പടാ നിറച്ചും മങ്കികൾ, അതേണ്ട അവിടെ എല്ലാം ഉണ്ട്. അതേ ഇരിക്കുന്നു. അപ്പോൾ ആ കുരങ്ങന്മാരെ കണ്ടത് മൊത്തം തൊപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അത് 2 സൈഡിലും ഫോറസ്റ്റ് ആട്ടോ. അപ്പം നിറച്ചും കുരങ്ങന്മാരെ കാണാൻ എല്ലാ പ്രാവശ്യമേ നല്ല രസമാണ്, കുഞ്ഞി കുരങ്ങന്മാരും. അപ്പോൾ ആദ്യക്കുട്ടിന് ഞങ്ങളതൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. എവിടെ നമ്മൾ എത്തി? എവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറാനായിട്ട് നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. അറിയില്ല, നോക്കട്ടെ. ഭയങ്കര തിരക്കാട്ടോ ഇന്ന്, ഭയങ്കര തിരക്കാ. മെയ്ദിനം ആയോണ്ടായിരിക്കും. വേറെ ഉണ്ടോ ഷോപ്പ്? ഓ ഭയങ്കര തിരക്കാ. ഞങ്ങൾ ദേ ഇവിടെ കേറുന്നില്ല, പോവുക.
ഗോഡ്, ഇനി എവിടെ അടുത്ത കട? അടുത്തെങ്ങാനും ഉണ്ടോ? അതെ, ഇനി സേലത്തുനിന്ന് ഏതേലും കട കണ്ടുപിടിക്കണം. പിന്നെ ആദ്യക്കുട്ടൻ വിത്ത് പെങ്കു. ആദ്യക്കുട്ടൻ നാണും അവൻ പെങ്കി മാറ്റിക്കോ. ഇനി ആദ്യക്കുട്ടൻ പറ. ആദ്യക്കുട്ടൻ ചോദിച്ച ആദ്യക്കുട്ടനോടുള്ള ചോദ്യം. അല്ല, LKG നിന്ന് UKG-ലോട്ടായില്ലേ, അപ്പോ അതിനെപ്പറ്റി എന്താണ് ആയിക്കോട്ടെ പറയാനുള്ളത്? എന്നാ ആയിക്കോട്ടെ പറയാനുള്ളത്? ആദ്യം പെങ്കിനെ മാറ്റിട്ട് പറ. പോടാ അവിടുന്ന്. അവൻ എന്നാ പറഞ്ഞാലും ഭാരത് പെട്രോളിയം മാറ്ററാ. അയ്യോ, ഇലിങ്ങ വന്ന് വേറെ കടകളൊന്നും കാണാനുമില്ല. അപ്പൊ നമ്മള് ചായ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ഭാഗ്യത്തിന്. ഇപ്പൊ ചായ ഒക്കെ കുടിച്ച് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ട് കയറാൻ വേണ്ടി ഒന്ന് നിർത്തിയതാ. ചായ കുടിക്കാൻ പാ. ചായ കുടിക്കുക ഗൈസ്. അങ്ങനെ നമ്മളിതേ ചായയൊക്കെ കുടിച്ച് തിരിച്ച് വണ്ടിയെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓരോ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആദ്യക്കുട്ടനോട് ഓരോന്നൊക്കെ ചോദിക്കുക. അവന് എന്തോ പറഞ്ഞാലും ഉണ്ടല്ലോ നമ്മുടെ ഭാരത് പെട്രോളിയം. ആൾക്ക് എന്താണെന്ന് അറിയത്തില്ല, കുഞ്ഞിലേ തൊട്ടുണ്ടല്ലോ ഈ ടാങ്കറുകൾ അങ്ങനത്തെ വലിയ വണ്ടികളോടൊക്കെ കേട്ടോ താല്പര്യം. അങ്ങനെ ആദ്യക്കുട്ടൻ്റെ വർത്താനമൊക്കെ കഴിഞ്ഞ് അവൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് നേരം രണ്ടുപേരും കൂടെ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്യുക കേട്ടോ. ആദ്യക്കുട്ടൻ ഉറങ്ങിയ നേരം. ഞങ്ങള് ഇതുവരെ ഫുഡ് കഴിച്ചില്ല. ഇനി ഞങ്ങള് നേരെ പാലക്കാട് ലുലു ചെന്ന് കഴിക്കാനുള്ള പ്ലാനിലാണ്. രാവിലെ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന കടയില് ഭയങ്കര തിരക്കായിരുന്നോണ്ട് അവിടെ കേറിയില്ല. അപ്പൊ ഇനി ഉച്ചയാവാറായി. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഇത്രയും നേരം കഴിക്കാതെ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ കടയൊന്നും വന്ന വഴിക്ക് കണ്ടിട്ട് കയറാൻ തോന്നിയില്ല. അപ്പൊ ഇനി പാലക്കാടാകുമ്പം അവിടെ അനിയൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ കേറി ലുലു കേറി കഴിക്കാന്നുള്ള പ്ലാനിൽ പോവാ ഞങ്ങള്. അല്ലേ കേട്ടാ? അപ്പൊ ലുലു ചെന്നിട്ട് കാണാവേ. സോനു ഒരു നാട്ടിലെ വെട്ടിയതാണ്. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യകുട്ടൻ കൊച്ചച്ഛനെ കണ്ടപ്പോഴത്തേക്കും വേണ്ട അവന്റെ കൂടെ പിന്നെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവനിവിടെ KFC-യിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ്. പിന്നെ നമ്മൾ അവിടെ കയറി KFC തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ ആദ്യകുട്ടന്റെ ഏറ്റവും ഫേവററ്റ് സാധനം ഈ KFC ബ്രോസ്റ്റഡ് സാധനമൊക്കെയാണ് കേട്ടോ. അപ്പൊ അതേ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ അതെ നമ്മളവിടെ വാഷ്റൂമും സൗകര്യമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് മാളിലാകുമ്പോൾ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കയറി യൂസ് ചെയ്ത് പിന്നെ മാളിലൊന്നും കറങ്ങാൻ വേണ്ടിയിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ലേ. കാരണം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇനിയും വീട്ടിൽ ചെല്ലണം. ഇവിടുന്ന് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അങ്ങോട്ട് ഉണ്ട് കോട്ടയം വരെ പാലക്കാട് നിന്ന്. അപ്പോൾ പിന്നെ അതൊന്നും കാണാൻ പറ്റില്ല. എന്നാലും മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടയത്തെ ലുലു മാളിൻ്റെ അത്ര ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഫുള്ളൊന്നും ചുറ്റിക്കറങ്ങി കാണാൻ ഒത്തിട്ടില്ല. അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അതായത് നമ്മുടെ കയ്യിൽ രാവിലത്തെ ചായ കുറച്ചുകൂടെ ഉണ്ടായിരുന്നേ. ആദ്യക്കുട്ടനും ഞാനും എല്ലാവരും മടുത്തു കേട്ടോ. അപ്പോഴത്തേനും ആദ്യക്ക് ചായ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, കയ്യിലുള്ളത് മതി. അപ്പം ആദ്യം അത് കുടിക്കുവാണ്. ഹായ് ഫ്രണ്ട്സ്, നല്ല അടിപൊളി മഴക്കാറുണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ മഴ പെയ്യില്ലെന്ന് നോക്കാവേ. ഇനിയിപ്പോ 1.25 മണിക്കൂർ മിച്ചമുണ്ട് വീട്ടിലോട്ട്. എന്നാലും അതിന് മുന്നേ പെയ്യുവാണ് നല്ലതായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ മഴയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇപ്പൊ നോക്കാം മഴ പെയ്യോ ഇല്ലയോ എന്നേ. ഞങ്ങളേ മഴയൊന്നും പെയ്തില്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേന് ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്നോർത്ത് ഇറങ്ങാമെന്നോർത്ത് ഇവിടെ ഒരിടത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുവാണേ. അപ്പം ഞാനത് ഇറങ്ങിയ നേരത്തെ ഒരു ഏത്തക്കാപ്പവും ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. നല്ല ചായ ആയിരുന്നു കേട്ടോ അവിടുത്തെ. പക്ഷെ ഞാൻ പകുതിയെ കുടിച്ചുള്ളൂ കേട്ടോ. കാരണം ഈ ഒരു ഏത്തക്കാപ്പം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ടായിരിക്കും പിന്നെ കഴിക്കാൻ തോന്നിയില്ല. ഇവരാരും കഴിച്ചില്ല. ആദ്യക്കുട്ടൻ കഴിച്ചില്ല, കുടിച്ചില്ല. കാരണം വണ്ടിയിൽ ഇരുന്നപ്പോഴത്തേനും കുറച്ച് ചായ കുടിച്ചായിരുന്നല്ലോ. അപ്പം ഹസ്ബൻഡിന് ഭയങ്കര തലവേദനയായിട്ട് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അങ്ങനത്തെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഞാൻ ഏത്തക്കാപ്പമൊക്കെ കഴിച്ച് ഞങ്ങളുടെ തിരിച്ച് വണ്ടിയെ കയറുവാണേ. മഴയും പെയ്തില്ല, ഒന്നുമില്ല. ജോലിയും വന്നില്ല, ഒരു തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ മഴയും ഇല്ല, ഒന്നുമില്ല. മഴക്കാറ് വന്നിട്ട് പോയി. തിരിച്ച് കയറാ ആയിക്കോട്ടാ, പോകാം.
അയ്യോ അങ്ങനതേ നമ്മൾ വണ്ടിയിൽ തിരിച്ച് കയറി. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദൂരം കൂടി ഉള്ളൂ കേട്ടോ, നമ്മളുടെ വീട് എത്താറായി. ആദ്യക്കുട്ടനാണ് അപ്പോഴത്തേനും നല്ല ഉറക്കമായി കേട്ടോ. പിന്നെ അതേ പുതുപ്പള്ളിപ്പള്ളി കേട്ടോ, ഇത് പള്ളിയിൽ പെരുന്നാളാണല്ലോ, 4, 5, 6 ദിവസങ്ങളിലൊക്കെയാണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ള പെരുന്നാൾ. അപ്പോൾ പെരുന്നാൾ കൂടണം. അപ്പോൾ വഴികളെല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുവാണേ, പള്ളിയൊക്കെ കണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി ഇതേ വീടെത്തിയിട്ടുണ്ടേ. ഇവര് പോയിട്ട് പറ്റേ കൊച്ചിവിടെ ഇരുന്നാ പോരായിരുന്നു. എന്നാ കഴിച്ചു കേട്ടോ. ഞങ്ങളത് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 4 ഇവിടെ നിന്നുള്ള വ്ളോഗുകളാണേ. അപ്പം ബൈ. അമ്മ ബൈ പറഞ്ഞത്.